ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിമുക്ത ഭടന്മാരും ആശ്രിതരും അറിഞ്ഞിരിക്കേണ്ട 30 ഏപ്രിൽ 2024 പ്രധാന വിവരങ്ങൾ എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏപ്രിൽ മാസത്തെ പെൻഷൻ സ്പർശിൽ മൈഗ്രേറ്റ് ആയ പെൻഷനേഴ്സിന് 30 ഏപ്രിൽ 2024 രാവിലെ മുതൽ ക്രെഡിറ്റ് ആകാൻ തുടങ്ങിയിരിക്കുന്നു. സ്പർശിൽ മൈഗ്രേറ്റ് ആയവർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് സംബന്ധിച്ച വിവരങ്ങൾ. സ്പർശിൽ മൈഗ്രേറ്റ് ആയ പെൻഷനേഴ്സ് തങ്ങളുടെ സ്പൗസിൻ്റെ അഥവാ ഭാര്യയുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും സ്പർശിൽ ഉള്ളത് തന്നെയാണ് ആധാറിൽ ഉള്ളതെന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. സ്പർശിൽ മൈഗ്രേറ്റ് ആയവർ ഉറപ്പായും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഏപ്രിൽ മാസത്തെ പെൻഷൻ സ്പർശിൽ മൈഗ്രേറ്റ് ആയ പെൻഷനേഴ്സിന് 30 ഏപ്രിൽ 2024 രാവിലെ മുതൽ ക്രെഡിറ്റ് ആകാൻ തുടങ്ങിയിരിക്കുന്നു. 50% DROട് കൂടിയാണ് ഈ മാസത്തെ പെൻഷൻ ക്രെഡിറ്റ് ആയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസത്തെ 2 പെൻഷൻ സ്ലിപ്പുകളും സ്പർശിൽ അപ്ഡേറ്റ് ആയിരിക്കുന്നു. ഒന്ന് 3 മാസത്തെ DRൻ്റെ അരിയേഴ്സിൻ്റെ വിശദാംശങ്ങൾ അടങ്ങിയ പെൻഷൻ സ്ലിപ്പും അടുത്തത് ഏപ്രിൽ മാസത്തെ പെൻഷൻ്റെ വിശദാംശങ്ങൾ അടങ്ങിയ പെൻഷൻ സ്ലിപ്പുമാണ്. ITR അഥവാ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയം 31 ജൂലൈ 2024 വരെയാണ്. സ്പർശിൽ മൈഗ്രേറ്റ് ആയ പെൻഷനേഴ്സിന് തങ്ങളുടെ ഫോം 16 ഇതുവരെയും സ്പർശിൽ അപ്ഡേറ്റ് ആയിട്ടില്ല. ആയതിനാൽ ഫോം 16 സ്പർശിൽ അപ്ഡേറ്റ് ആയതിനു ശേഷം ITR ഫയൽ ചെയ്യുന്നതാകും നല്ലത്. സ്പർശിൽ മൈഗ്രേറ്റ് ആയ പെൻഷനേഴ്സിൽ ധാരാളം പേരുടെ സ്പർശ് പ്രൊഫൈലിൽ ഭാര്യയുടെ പേരിലും ഡേറ്റ് ഓഫ് ബർത്തിലും വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ വ്യത്യാസമുള്ളവർ, അതായത് ഭാര്യയുടെ പേരിൻ്റെ സ്പെല്ലിങ്ങിൽ പോലും വ്യത്യാസമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്പർശിലെയും ആധാർ കാർഡിലെയും പേരിലെ വ്യത്യാസം ശരിയാക്കേണ്ടതാണ്. സ്പർശിൽ മൈഗ്രേറ്റ് ആയ പെൻഷനേഴ്സ് ശ്രദ്ധിക്കുക. ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്ന അക്കൗണ്ട് സിംഗിൾ അക്കൗണ്ട് ആണെങ്കിൽ എത്രയും വേഗം ഇതേ അക്കൗണ്ടിനെ ജോയിൻ്റ് അക്കൗണ്ട് ആക്കേണ്ടതാണ്. പെൻഷനേഴ്സിൻ്റെ ഭാര്യയുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. സ്പർശിൽ വിമുക്ത ഭടൻ്റെ മക്കളുടെ വിവരങ്ങൾ എത്രയും വേഗം ആഡ് ചെയ്യേണ്ടതാണ്. മക്കൾ വിവാഹം കഴിഞ്ഞവരാണെങ്കിലും പ്രായപൂർത്തിയായവരാണെങ്കിലും ഇത് ചെയ്യേണ്ടതാണ്. പെൻഷൻ ലഭിക്കുന്ന ബാങ്ക് അക്കൗണ്ട് DSP അക്കൗണ്ട് ആണെന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.